ബ്ലർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ കൊടുത്താൽ ആ വീഡിയോയിൽ ഫുള്ളായിട്ട് AI തന്നെ ഡിറ്റക്ട് ചെയ്തിട്ട് ഫുള്ള് ആ ഒരു നമ്പർ പ്ലേറ്റ് ബ്ലർ ചെയ്ത് കളയും. ഭയങ്കര അടിപൊളി അപ്ഡേറ്റ്സ് ആണ് X4 നിന്ന് X5ലേക്ക് വന്നപ്പോഴത്തേക്ക് നമുക്ക് കിട്ടിയേക്കണം കേട്ടോ കാര്യം. വെൽക്കം ബാക്ക് ടു അനദർ വ്ലോഗ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മുടെ കയ്യിൽ ഇന്ന് X4 ആൻഡ് X5 ഉണ്ട്. ഇതാണ് നമ്മുടെ ഏറ്റവും പുതിയ X5, ഏറ്റവും പുതിയ Insta360 X5, അവരുടെ 8K ആക്ഷൻ ക്യാമറ. അപ്പോൾ ഇത് നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നമ്മുടെ പരിപാടി തുടങ്ങാം. അപ്പോൾ ഇതാണ് അവരുടെ 8K 360 ആക്ഷൻ ക്യാമറ. ഇതിൽ നിങ്ങൾക്ക് കാണാം പുതിയതായിട്ട് കുറേ കാര്യങ്ങൾ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് 15 മീറ്റർ വരെ വാട്ടർ പ്രൂഫാണ്. പുതിയ വിൻ ഗാർഡ് ആഡ് ചെയ്തിട്ടുണ്ട്. AI പവർ എഡിറ്റിംഗ് ഓൾറെഡി ഉണ്ടായി. അത് കൂടാണ്ട് സെൻസർ വലുതാക്കിയിട്ടുണ്ട്. അത് പിന്നെ ട്രിപ്പിൾ AI ചിപ്പ് കൊണ്ടുവന്നിട്ടുണ്ട് ഫോർ ബെറ്റർ ലോ ലൈറ്റ് പെർഫോമൻസ്. അത് കൂടാണ്ട് ഷൂട്ട് ഫസ്റ്റ് ഫ്രെയിം ലേറ്റർ എന്ന് പറഞ്ഞൊരു പരിപാടി ഇതിനകത്തുണ്ട്. അതായത് ഷൂട്ട് ചെയ്താൽ നമുക്ക് യൂട്യൂബിന് വേണോ ഇൻസ്റ്റഗ്രാമിന് വേണോ എന്നുള്ള രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇൻവിസിബിൾ സെൽഫി സ്റ്റിക്ക് മോഡും ഫ്ലോ സ്റ്റെബിലൈസേഷനും 360 ഹൊറിസോണ്ടൽ ലോക്കൊക്കെ ഉണ്ട്. ഇതിൻ്റെ അകത്ത് അവർ എന്തൊക്കെയാണ് പാക്കിൽ വന്നതെന്നുള്ള കാര്യമാണ് നമുക്ക് ഇവിടെ എഴുതിയേക്കണം. അപ്പോൾ പെട്ടെന്ന് നമുക്കിത് തുറന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ക്യാമറ. ദിസ് ഈസ് ദ Insta360 X5. ഇതാണ് അവർ പറഞ്ഞ പുതിയ വിൻ ഗാർഡ് കേട്ടോ. നേരത്തെ X4 ചെറിയൊരു കുത്ത് മാത്രമേ ഉണ്ടായുള്ളൂ മൈക്ക് എന്ന് പറയാൻ. ഇതിപ്പോൾ വിൻ ഗാർഡ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ക്യാമറ. ഇതിൽ കുറേ എക്സ്ട്രാ പുതിയ ഫീച്ചേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് ചാർജർ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഈ ഒരു പെട്ടിക്കകത്ത് കാണാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ ഇതാണ് ആ ഒരു ക്യാമറ. കാണാൻ X4 ഒക്കെ തന്നെ ഓൾമോസ്റ്റ് സെയിം തന്നെ കേട്ടോ. X4 X5 വലിയ വ്യത്യാസം കാണാൻ തോന്നില്ല. പക്ഷേ ഇതിൻ്റെ അകത്ത് വന്നേക്കുന്ന ഫീച്ചേഴ്സ് ഭയങ്കര മാരക വ്യത്യാസങ്ങളാണ് വന്നേക്കണത്. ഫസ്റ്റ് ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഫീച്ചർ എന്ന് വെച്ചാൽ ഇതിൻ്റെ ലെൻസ് നമുക്കിപ്പോൾ റിമൂവ് ചെയ്യാൻ പറ്റും. നേരത്തെ ഇതൊക്കെ പൊട്ടിയാൽ റീപ്ലേസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ജസ്റ്റ് നമുക്ക് തന്നെ ഇത് തിരിച്ചിട്ട് പുതിയ ലെൻസ് വാങ്ങിച്ചിട്ട് നമുക്ക് അത് തിരിച്ച് ഫിക്സ് ചെയ്യാൻ പറ്റും. അതുകൂടാണ്ട് ഇത് ഭയങ്കര ഹാർഡാണ്. കുറച്ചും കൂടെ ഹാർഡായിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് സ്ക്രാച്ചോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ആവില്ല. ആൻഡ് ബാക്കിയൊക്കെ സെയിം തന്നെയാണ്. നമുക്ക് ബാറ്ററി ഇങ്ങനെയാണ് ബാറ്ററി ഊരുന്നത്. ഇതിൻ്റെ അകത്ത് മെമ്മറി കാർഡ് നമുക്ക് ഇടാം. പിന്നെ അത് കൂടാണ്ട് ബാറ്ററി ലൈഫ് ഇമ്പ്രൂവ് ആയതുകൊണ്ട് 185 മിനിറ്റ്സ് നിങ്ങൾക്ക് റെക്കോർഡിംഗ് ടൈം കിട്ടും. അത് കൂടാണ്ട് ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്. 0 to 80 20 മിനിറ്റ്സിൽ ഇത് ചാർജ് ആവും. ആൻഡ് ഇപ്പോൾ താഴെ മാഗ്നറ്റിക് മൗണ്ട്സ് നമുക്ക് മൗണ്ട് ചെയ്യാൻ പറ്റും. നോർമൽ നമുക്ക് സ്ക്രൂ മൗണ്ട് മാത്രമല്ലാണ്ട് മാഗ്നറ്റിക് മൗണ്ട്സ് മൗണ്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവർ ഇപ്രാവശ്യം ഈ ഒരു X5 കൊണ്ടുവന്നത്. അപ്പോൾ ഊരി മാറ്റാനൊക്കെ ACE Pro 2 പോലെ അത്രയും സിമ്പിളായിരിക്കും. പിന്നെ ഈ സൈഡിൽ നോക്കാൻ പോയാൽ നമുക്ക് ഇവിടെ പവർ ബട്ടൺ ഉണ്ട്. പിന്നെ പവർ ബട്ടൺ ഉണ്ട്. ഇവിടെ ഒരു ഫംഗ്ഷൻ ബട്ടൺ ഉണ്ട്. ആൻഡ് ഇതാണ് നമ്മുടെ ചാർജിങ് പോർട്ട് തന്നെ കേട്ടോ. ഇവിടെയാണ് നമുക്ക് USB-C ടൈപ്പ് ചാർജിങ് വന്നത്. അപ്പോൾ സ്ക്രീനൊക്കെ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. ജസ്റ്റ് ഓൺ ആക്കി കാണിച്ചു തരാം. കണ്ടോ, ഇതാണ് നമ്മുടെ Insta360 X5ൻ്റെ ആ ഒരു സ്ക്രീൻ നോക്കാൻ പോയാൽ. അപ്പോൾ ഇത് ഓൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ 360 വീഡിയോ ആൻഡ് സിംഗിൾ ലെൻസ് വീഡിയോസ് ഉണ്ട്. അപ്പോൾ 360 വീഡിയോയിൽ നമുക്ക് മെയിനായിട്ട് വന്നത് ഫോട്ടോ, വീഡിയോ, പ്യുവർ വീഡിയോ. ഈ പ്യുവർ വീഡിയോ ആണ് നമുക്ക് പുതിയ ആ ഒരു ട്രിപ്പിൾ AI ചിപ്പ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുക. കൂടുതൽ നൈറ്റ് വീഡിയോസ് എടുക്കാൻ ഭയങ്കര യൂസ്ഫുൾ ആണ്. ഭയങ്കര അതായത് നമ്മൾ ഓൾറെഡി ACE Pro 2 കണ്ടെന്നോ അത്രയും പെർഫോമൻസ് നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് കിട്ടുന്നതായിരിക്കും. പിന്നെ ഉള്ളത് ഇൻസ്റ്റാ ഫ്രെയിം. നമുക്ക് ഇപ്പോൾ എടുത്തിട്ട് പിന്നെ ഫ്രെയിം ചെയ്യാം ഇഷ്ടമുള്ള രീതിയിൽ. ടൈം ലാപ്സ് ഉണ്ട്, ടൈം ഷിഫ്റ്റ് ഉണ്ട്, ബുള്ളറ്റ് ടൈം ഉണ്ട്. അതുകൂടാണ്ട് ലൂപ്പ് റെക്കോർഡിംഗ്, റോഡ് മോഡ്, പിന്നെ സ്റ്റാർ ലാപ്സ് ഉണ്ട്, ബേസ്റ്റ് മോഡ് ഉണ്ട്, ഇന്റർവെൽ ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണല്ലോ. പിന്നെ സിംഗിൾ ലെൻസ് മോഡിൽ നമുക്ക് നോർമൽ ഒരു ആക്ഷൻ ക്യാം യൂസ് ചെയ്യണ പോലെ ഇഷ്ടമുള്ള ലെൻസ് വെച്ചിട്ട് നമുക്ക് കുറേ സെയിം ഒരു ഫീച്ചേഴ്സ് നമുക്ക് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യാൻ പറ്റും. അതാണ് Insta360നെ പറ്റി പറയാൻ പോയുള്ളത്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഇൻ്റർഫേസ് കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട്. കുറച്ച് ഈസി ആക്സസ് ചെയ്യാനായിട്ട് നമുക്ക് ഇവിടെ കുറച്ച് ഷോർട്ട് കട്ട്സ് അവർ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ജസ്റ്റർ കൺട്രോൾ ഉണ്ട്, വോയിസ് കൺട്രോൾ, AI ഹൈലൈറ്റ് അസിസ്റ്റൻറ്റ്, പിന്നെ ഡിവൈസ് കേസ് മോഡ് ഉണ്ട്. ആ ഒരു നമ്മൾ അണ്ടർ വാട്ടർ കേസ് യൂസ് ചെയ്ത ഒരു മോഡിലേക്ക് മാറ്റാം. പ്രീ റെക്കോർഡിംഗ് ഉണ്ട്, ട്വിസ്റ്റ് ഷൂട്ട് ഉണ്ട്. ജസ്റ്റ് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്താൽ തന്നെ ഷൂട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ സെൽഫി സ്റ്റിക്കിലേക്ക് വെച്ചിട്ട് നീട്ടി വെച്ചേക്കുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്താൽ മതി. അത് ട്വിസ്റ്റ് ചെയ്താൽ തന്നെ റെക്കോർഡിംഗ് സ്റ്റാർട്ട് ആവും. പ്രീസെറ്റ്സ് നമുക്ക് യൂസ് ചെയ്യാം. അതുകൊണ്ട് ബ്ലൂടൂത്ത്, ടൈംഡ് ക്യാപ്ചർ അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ ക്വിക്ക് ക്യാപ്ചർ ഓൺ ഓഫ് ആക്കാനുള്ള ഒരു സെപ്പറേറ്റ് ഒരു ഷോർട്ട് കട്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഓഡിയോ സെറ്റിംഗ്സ്, പിന്നെ എൻഡ്യൂറൻസ് മോഡിൽ ഇട്ടാലാണ് നമുക്ക് 185 മിനിറ്റ്സോളം നമുക്ക് ചാർജ് കിട്ടാൻ പോണത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്തുള്ളത്. റെക്കോർഡിംഗ് ഒക്കെ അത്യാവശ്യം നല്ലതാണ്. കുറച്ച് വീഡിയോസ് ഒക്കെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ നിങ്ങൾക്ക് ഇനി കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് X5, ഇതാണ് X4. കാണാൻ വലിയ വ്യത്യാസം തോന്നുന്നില്ല. ഓൾമോസ്റ്റ് സെയിം സൈസാണ്. രണ്ടും സെയിം സൈസ്. ചെറിയൊരു ഹൈറ്റ് വ്യത്യാസം, ചെറിയൊരു ഡിഫറൻസ് ഉള്ളൂ. വെയിറ്റും അങ്ങനെ വലിയ വ്യത്യാസം നമുക്ക് തോന്നില്ല. ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് രണ്ടും സെയിം തന്നെയാണ്. സ്ക്രീൻ സൈസൊക്കെ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. പക്ഷേ ഇതിന് വന്നേക്കുന്ന ഫീച്ചേഴ്സ് ഞാൻ പെട്ടെന്ന് നിങ്ങൾക്ക് ഔട്ടർ നോക്കാൻ പോയ ഫീച്ചേഴ്സ് മെയിൻ വ്യത്യാസം വന്നേക്കുന്നത് നമുക്ക് ഇവിടെ ആ ഒരു ചാർജിങ്ങിൻ്റെ ആ ഒരു പോർട്ടാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും കേട്ടോ. ഇവിടെ ഇതിൻ്റെ ചാർജിങ് പോർട്ട് ബാറ്ററി വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ X5ൻ്റെ ചാർജിങ് പോർട്ട് ഇപ്പുറത്തെ സൈഡിൽ താഴത്തായിട്ടാണ് അവർ കൊണ്ടുവന്നേക്കുന്നത്. പിന്നെ നമുക്ക് ലെൻസ് ഊരാനുള്ള ഒരു പ്രൊഫഷൻ, അതാണ് ഏറ്റവും വ്യത്യാസം. ഇതിൽ ലെൻസ് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെങ്കിൽ പക്ഷേ ഇതിൽ നമുക്ക്
ഈസി ആയിട്ട് നമുക്ക് തന്നെ ഈ ഊരി നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും. കുറച്ചുകൂടെ ഹാർഡായിട്ടുള്ളൊരു ഷെല്ലാണ്, ഒരു ലെൻസാണ് ഇതിൻ്റെ അകത്ത്. ലെൻസിൻ്റെ മെറ്റീരിയൽ കുറച്ചുകൂടെ ഹാർഡാണ്, പെട്ടെന്നൊന്നും സ്ക്രാച്ചോ വീണ് പൊട്ടുകയൊന്നുമില്ല. Insta360 മെയിൻ ഒരു നമുക്ക് പേടിയുള്ളൊരു കാര്യമാണ് ലെൻസൊക്കെ പെട്ടെന്ന് പൊട്ടാനുള്ള ചാൻസ്. അതൊക്കെ ഈ ഒരു X5 വളരെയധികം കുറവായിരിക്കും. പിന്നെ ഇപ്പോൾ X5 നമുക്ക് HDR വീഡിയോ 60 FPS എടുക്കാൻ പറ്റും. 5.7K 60 FPS. X4 നമുക്ക് 30 FPS ഉണ്ടായുള്ളൂ. പിന്നെ ചാർജിങ് ടൈം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, X4 135 മിനിറ്റ്സ് ആയിരുന്നു നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ 185 മിനിറ്റ്സ് ഉണ്ട്. ആ എൻഡ്യൂറൻസ് മോഡിൽ ഇട്ടാൽ 185 മിനിറ്റ്സ് നമുക്ക് കിട്ടും. പിന്നെ ഇതിൽ റോഡ് മോഡ് എന്ന് പറഞ്ഞൊരു മോഡുണ്ട്. അതിൽ എത്രത്തോളം അതിലൊരു ഒരു സെറ്റ് ഓഫ് സ്റ്റോറേജ് സ്പേസ് നമുക്ക് അലോട്ട് ചെയ്യും. അപ്പോൾ അത് വെച്ചിട്ട് കറക്റ്റായിട്ട് ആ ഒരു സ്പേസിൽ ഇങ്ങനെ വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കും, ലൂപ്പായിട്ട് റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കും. എന്നിട്ട് സ്റ്റോറേജ് ആ ഒരു പെർട്ടിക്കുലർ സ്റ്റോറേജ് ഫില്ലായാൽ തന്നെത്താനെ പഴയ വീഡിയോസ് ഡിലീറ്റ് ചെയ്തിട്ട് പുതിയ വീഡിയോസ് തന്നെത്താനെ അത് റീറൈറ്റ് ചെയ്യും. അതാണ് റോഡ് മോഡ് എന്ന് പറഞ്ഞത്. X5 വന്നിട്ടുണ്ട്. അങ്ങനത്തെ കുറേ നമുക്ക് മോട്ടോർ സൈക്കിൾ ബന്ധമായിട്ട്, അതായത് ബൈക്ക് ഓടിക്കുന്നവർക്ക് വേണ്ടി മാത്രമായിട്ട് കുറേ എക്സ്ട്രാ ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട്. വേറൊരു X5 അല്ലെങ്കിൽ അവരുടെ ആപ്പിലുള്ള ഓൾറെഡി ഉള്ളൊരു ഫീച്ചർ ആയിരുന്നു നമ്പർ പ്ലേറ്റ് ബ്ലർ ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ ബാക്കിലോട്ടൊക്കെ എടുക്കുവാണെങ്കിൽ നമ്പർ പ്ലേറ്റ് നമുക്ക് ഇതിൻ്റെ ആപ്പ് എടുത്തിട്ട് അതിനകത്ത് നമുക്ക് നമ്പർ പ്ലേറ്റ് ബ്ലർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ കൊടുത്താൽ ആ വീഡിയോയിൽ ഫുള്ളായിട്ട് AI തന്നെ ഡിറ്റക്ട് ചെയ്തിട്ട് ഫുള്ള് ആ ഒരു നമ്പർ പ്ലേറ്റ് ബ്ലർ ചെയ്ത് കളയും. അത് വളരെയധികം നല്ലൊരു ഫീച്ചറാണ്. എന്നിട്ട് പുതിയ X5 നമുക്ക് X4 വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ X5 ഓൾ വെതർ ചാർജിങ് ഹബ്ബ് വന്നിട്ടുണ്ട്. ഓൾ വെതർ ചാർജിങ് ആക്സറി വന്നിട്ടുണ്ട്. അതായത് മഴയത്തായാലും നിങ്ങൾക്ക് ഇത് കുത്തിയിട്ട് നിങ്ങൾക്ക് ചാർജ് ചെയ്യാനുള്ള ഒരു ആക്സറി അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അത് കൂടാണ്ട് നമുക്ക് നമ്മുടെ ഇൻ്റർകോമായിട്ട് കണക്ട് ചെയ്തിട്ട് അതിൻ്റെ മൈക്ക് യൂസ് ചെയ്ത് നമുക്ക് X5 റെക്കോർഡ് ചെയ്യാൻ പറ്റും കേട്ടോ. അതായത് ബ്ലൂടൂത്ത് വെച്ച് കണക്ട് ചെയ്യാം. എന്നിട്ട് അത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ സൗണ്ട് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. X5 വീഡിയോ റെക്കോർഡ് ചെയ്യാം. എന്നിട്ട് നമ്മുടെ ഇൻ്റർകോമിൻ്റെ ആ ബ്ലൂടൂത്ത് കണക്ട് ചെയ്താൽ നമുക്ക് X5 ആ ഒരു വോയിസ് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു ഫീച്ചർ വന്നതെന്ന് വെച്ചാൽ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ മാഗ്നറ്റിക് മൗണ്ട്സ് ഭയങ്കര ഈസിയാണ്. നമുക്ക് ജസ്റ്റ് ക്ലിപ്പിൻ ചെയ്യുക, ക്ലിപ്പ് ഔട്ട് ചെയ്യുക. ആ ഒരു മൗണ്ട് ഇതിൻ്റെ അകത്ത് ശരിക്കും മിസ്സിംഗ് ആയിരുന്നു. ഇതിൽ ആ സ്ക്രൂ മൗണ്ട് മാത്രമേ ഉണ്ടായുള്ളൂ. പക്ഷേ ഇതിലിപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, അടിഭാഗം കണ്ടാൽ മനസ്സിലാവും കേട്ടോ. ഈ X5 മാഗ്നറ്റിക് മൗണ്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവർ X5 കൊണ്ടുവന്നുണ്ട്. പിന്നെ അതുകൂടാണ്ട് തേർഡ് പാർട്ടി ആപ്സ് വെച്ചിട്ട് ഇതിൻ്റെ GPS ഡേറ്റ എടുത്തിട്ട് നമുക്ക് നമ്മുടെ എന്താ പറയുക ഓരോ ആപ്പിലേക്ക് നമുക്ക് ഡയറക്റ്റ് ഇതിൻ്റെ ഡേറ്റ യൂസ് ചെയ്യാം, GPS ഡേറ്റ യൂസ് ചെയ്യാൻ പറ്റും. ലൈക്ക് ഗാർമിൻ, ഞാനിപ്പോൾ ഈ ഉപയോഗിക്കുന്ന ഗാർമിൻ്റെ വാച്ച്, അതിൻ്റെ അതുകൊണ്ട് ആപ്പിളിൻ്റെ ആപ്സ്, അങ്ങനെ കുറേ നമുക്ക് വെച്ചിട്ട് ഇത് കണക്ട് ചെയ്താൽ ഇതിൻ്റെ GPS ഡേറ്റ നമുക്ക് അതിൻ്റെ അകത്തേക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ കുറേ ഫീച്ചേഴ്സ് ഇതിൻ്റെ അകത്ത് ഇപ്പോൾ അവർ കൊണ്ടുവന്നുണ്ട് പുതിയ X5. ഞാൻ ഇപ്പോൾ ട്വിസ്റ്റ് ഷോട്ട് കാണിച്ചു കേട്ടത്. 2 പ്രാവശ്യം ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്താൽ കണ്ടോ റെക്കോർഡിങ് സ്റ്റാർട്ടായി. ഇത് കണ്ട വീഡിയോ റെക്കോർഡിങ് സ്റ്റാർട്ടായില്ലേ. അങ്ങനെ നമ്മൾ ട്വിസ്റ്റ് ചെയ്യുമ്പോൾ ഇത് ഏറ്റവും നമുക്ക് യൂസ് വരാൻ പോണത്, നമ്മൾ ഈ സെൽഫി സ്റ്റിക്ക് വെച്ച് നല്ല പൊക്കി വെക്കുമ്പോൾ നമ്മൾ റെക്കോർഡ് ബട്ടൺ ഞെക്കാൻ വേണ്ടി താത്തണം. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ്. ഇത് കണ്ടോ തിരിച്ച് ട്വിസ്റ്റ് ചെയ്താൽ വീഡിയോ ഓഫായി. ഭയങ്കര അടിപൊളി യൂസ്ഫുൾ ഫീച്ചറാണ്. പ്രത്യേകിച്ച് നമ്മൾ ഈ സെൽഫി സ്റ്റിക്കിലൊക്കെ വെച്ച് വീഡിയോ എടുക്കുമ്പോൾ. കാര്യം നമ്മൾ നല്ല ലോങ് ആയിട്ടുള്ള സെൽഫി സ്റ്റിക്കൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ജസ്റ്റ് 2 ട്വിസ്റ്റ് ചെയ്താൽ വീഡിയോ ഏതിൽ മോഡിലാണോ നമ്മൾ സെറ്റ് ചെയ്താൽ അതിൽ ഓണും ഓഫ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ എപ്പോഴും സെൽഫി സ്റ്റിക്ക് താത്തയും പൊക്കുകയും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അതാണ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ X4 ആൻഡ് X5. അപ്പോൾ സെൻസർ ഭയങ്കര വലുതാണ്, AAA ചിപ്പ് വന്നിട്ടുണ്ട്. പിന്നെ HDR വീഡിയോ 60 FPS നമുക്ക് എടുക്കാൻ പറ്റും. അതൊക്കെ ഭയങ്കര യൂസാണ്. നമ്മൾ എഡിറ്റിംഗ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കര വ്യത്യാസമുണ്ട്. ആപ്പാണെങ്കിലും ഇവരുടെ ഓൾറെഡി നമുക്ക് സ്റ്റുഡിയോ ഉണ്ട്, Insta360 എഡിറ്റിംഗ് സ്റ്റുഡിയോ ഉണ്ട്. അത് കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്യാൻ. അതുകൊണ്ട് Insta360 ആപ്പ് ഉണ്ട്. ആപ്പിൻ്റെ അകത്ത് തന്നെ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. AI ഫീച്ചേഴ്സ് ഇഷ്ടംപോലെ ഉണ്ട്. ഓട്ടോമാറ്റിക് എഡിറ്റിംഗ് ഉണ്ട്. അതുകൊണ്ട് ഫ്രെയിം ഓട്ടോമാറ്റിക് സെറ്റ് ചെയ്യും. ട്രാക്കിംഗ്, സബ്ജക്ട് ട്രാക്കിംഗ് ഉണ്ട്. നമ്മളിപ്പോൾ ഒരു സബ്ജക്റ്റിന് ട്രാക്ക് ചെയ്യാൻ കൊടുത്താൽ ആ വീഡിയോ ഫുൾ ആ സബ്ജക്റ്റിനെ ട്രാക്ക് ചെയ്ത് തരും. അപ്പോൾ അങ്ങനത്തെ കുറേ എക്സ്ട്രാ ഫീച്ചേഴ്സ്. പിന്നെ കുറേ പ്രീസെറ്റ്സ് ഉണ്ട്. നിങ്ങൾക്ക് തന്നെ യൂസ് ചെയ്യാൻ പറ്റിയ കുറേ പ്രീസെറ്റ്സ് ഉണ്ട്. ഭയങ്കര ഈസി ടു യൂസ് ആപ്പാണ്. നമുക്ക് വലിയ തലവേദനയൊന്നുമില്ല. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ആപ്പ് ഒന്ന് തുറന്ന് കാണിച്ചു തരാം. ഇതാണ് Insta360 ആപ്പ് കേട്ടോ. കാരണം കുറേ ആപ്പും അതിൽ നമുക്ക് കുറേ സെറ്റിങ്സ്, കുറേ ആക്ടിവിറ്റീസ് നമുക്ക് കാണാൻ പറ്റും. അതുകൂടാണ്ട് അവരുടെ തന്നെ ക്രിയേറ്റീവ് ട്രിക്സ്, കുറേ ട്രിക്സ് അവർ തന്നെ നമുക്ക് ഇതിൻ്റെ അത് പഠിപ്പിച്ചു തരും കേട്ടോ. എന്തൊക്കെ സെൽഫി സ്റ്റിക്ക് ഇറേസർ, AI റാപ്പ്, അങ്ങനത്തെ കുറേ ഫീച്ചേഴ്സ് നമുക്ക് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യാൻ പറ്റും. എഡിറ്റ്സിൽ പോയാലും നമുക്ക് ഷോർട്ട് ലാബ്സ് ഉണ്ട്. ഈ ഷോർട്ട് ലാബ്സിൽ പോയാലും അതിൻ്റെ അകത്ത് തന്നെ കുറേ അവർ പ്രീസെറ്റ്സ് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ആ പ്രീസെറ്റ്സ് വെച്ചിട്ട് നമുക്ക് നമ്മുടെ വീഡിയോ അതിൻ്റെ അകത്ത് ആഡ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ആ ഒരു ഔട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ജസ്റ്റ് വീഡിയോ എടുത്തിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഇട്ടാൽ മാത്രം മതി. തന്നെത്താനെ വീഡിയോയും കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്ത് നമുക്ക് ഈ ഒരു ആപ്പ് തരും. അപ്പോൾ ഇതൊക്കെയാണ് ഈ Insta360 ആപ്പിൻ്റെ ഗുണം. ആപ്പും ഭയങ്കര അഡ്വാൻസ്ഡ് ആണ്, ഭയങ്കര ഈസി ടു യൂസ് ആണ്. വലിയ തലവേദനയൊന്നുമില്ല. നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് എഡിറ്റ് ചെയ്യാനും പറ്റും. ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ആകെ ഫയൽ സൈസ് ഉണ്ടാവും. ഫയൽ സൈസ് കുറച്ച് കൂടുതലായിരിക്കും. അത് നമ്മളൊന്ന് മാനേജ് ചെയ്യുക. പിന്നെ ഒന്ന് എഡിറ്റിംഗ് പഠിച്ചാൽ ഈ ഒരു ക്യാമറ ഭയങ്കര അടിപൊളിയായിട്ട്
നമുക്ക് മോട്ടോർ സൈക്ലിംഗ് വ്ളോഗിങ് അല്ലെങ്കിൽ മോട്ടോർ സൈക്കിൾ വീഡിയോസ് എടുക്കാനൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആണ്. കാര്യം നമ്മൾ ഒറ്റയ്ക്കൊക്കെ ആണെങ്കിൽ നമ്മുടെ ഒരു POV ഷോട്ട്, നമ്മളെ തേർഡ് പേഴ്സൺ നമ്മൾ എടുക്കുന്ന പോലത്തെ ഷോട്ട്സ് വരെ നമുക്ക് ഈ ഒരു 360 ക്യാമറ വെച്ച് ഭയങ്കര യൂസ്ഫുള്ളായിട്ട് ഭയങ്കര അടിപൊളിയായിട്ട് നമുക്ക് വീഡിയോസ് എടുക്കാൻ പറ്റും. അപ്പോൾ അതാണ് നമ്മുടെ Insta360 X4 ആൻഡ് X5. അപ്പോൾ നിങ്ങൾ ഓൾറെഡി X4 യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഞാനൊരു അപ്ഡേറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഒരു ഓപ്ഷൻ ആക്കി വെക്കാം. കാര്യം നൈറ്റ് വീഡിയോസിൽ ഭയങ്കര വ്യത്യാസമാണ് വന്നേക്കണേ ഈ ഒരു X5ൽ. അതുകൂടാണ്ട് ഓൾറെഡി X4 ആണ്, നിങ്ങൾ ഹാപ്പി ആണെങ്കിൽ യു ക്യാൻ സ്റ്റിൽ യൂസ് ദ X4, അല്ലെങ്കിൽ നിങ്ങൾക്ക് X5ലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. കാര്യം ഇതിൻ്റെ അകത്ത് അത്രമാത്രം എക്സ്ട്രാ ഫീച്ചേഴ്സ് അവർ ഇപ്രാവശ്യം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് വെച്ച് കുറച്ച് വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ട്. നൈറ്റ് വീഡിയോസ്, പ്യുവർ വീഡിയോ ഓഫ് ചെയ്തിട്ട് ഓൺ ചെയ്തിട്ട് അത് കാണാം. പിന്നെ കുറച്ച് വിഷ്വൽസ് ഞാൻ അതിൻ്റെ അകത്ത് എടുത്തതും അതും നമുക്കൊന്ന് കാണാം. സോ വീഡിയോസൊക്കെ കാണുന്നതിന് മുമ്പ് ഞാൻ ജസ്റ്റ് കുറച്ച് ആക്സസറീസും കൂടെ അവരുടെ വന്നിട്ടുണ്ട്, അതും കൂടെ ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താം. ഇത് നമ്മുടെ Insta360 ലെൻസ് ക്യാപ്പാണ്. അതുകൂടാണ്ട് ഇത് നമ്മുടെ Insta360 എക്സ്ട്രാ ബാറ്ററി വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ലെൻസ് റീപ്ലേസ്മെൻറ്റ് കിറ്റ്. അതായത് ഇനി ലെൻസ് പൊട്ടിയാൽ നമുക്ക് തന്നെ റീപ്ലേസ് ചെയ്യാൻ പറ്റിയ ഒരു റീപ്ലേസ്മെൻറ്റ് കിറ്റ് ഉണ്ട്. അത് നെക്സ്റ്റ് നോക്കാൻ പോയാൽ നമ്മുടെ ഒരു ഫാസ്റ്റ് ചാർജിങ് കേസ് കേട്ടോ. ഈ ഞാൻ പൊളിച്ച് കാണിച്ചു തരാം. ഫാസ്റ്റ് ചാർജിങ് കേസും പിന്നെ നമ്മുടെ Insta360 വെക്കാൻ പറ്റിയ ഒരു കേസും കൂടെയാണ് നമുക്ക് ഇതിൽ വന്നേക്കണം. ഒരു ക്യാരി കേസ്. ഇത്രയും സാധനങ്ങളാണ് വന്നേക്കണം. അപ്പോൾ ഇതെന്തൊക്കെയാണ് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. സോ ഇതാണ് ആ Insta360 കേസ് കേട്ടോ. ഇതിൽ നമുക്ക് ഇവിടെ സെൽഫി സ്റ്റിക്ക് വെക്കാനുള്ള ഒരു ഓപ്ഷനും കൂടെ അവർ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഇതിൻ്റെ അകത്ത് ഞാൻ ഇപ്പോൾ ഓൾറെഡി കുറച്ച് സാധനങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ Insta360 യൂട്ടിലിറ്റി ഫാസ്റ്റ് ചാർജിങ് കേസ് കേട്ടോ. ഇതാണ് ഫാസ്റ്റ് ചാർജിങ് കേസ്. ഭയങ്കര അടിപൊളി സാധനമാണ്. നമുക്ക് ഇവിടെ ഇങ്ങനെ എടുത്ത് നമുക്ക് ചാർജ് ചെയ്യാൻ ഉപയോഗിക്കാം. അതുകൂടാണ്ട് ഇവിടെ നമുക്ക് മെമ്മറി കാർഡ് വെക്കാട്ടതുണ്ടോ. മെമ്മറി കാർഡ് വെച്ച് റീഡ് ചെയ്യാൻ പറ്റില്ല, ജസ്റ്റ് മെമ്മറി കാർഡിൻ്റെ അകത്ത് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ളത് നമ്മുടെ ബാറ്ററി നമുക്ക് വളരെ ഈസി ആയിട്ട് ചാർജ് ചെയ്യുന്ന ഊരാനും എടുക്കാനും പറ്റും. അപ്പോൾ ഫാസ്റ്റ് ചാർജിങ് ആണ്. അപ്പോൾ ജസ്റ്റ് ബാറ്ററി എടുക്കുക, ഇങ്ങനെ നമ്മൾ പ്രസ് ചെയ്ത് വെക്കുക, ഇത്രേ ഉള്ളൂ. അപ്പോൾ ബാറ്ററി ചാർജ് ആവും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ യൂട്ടിലിറ്റി ഫാസ്റ്റ് ചാർജിങ് കേസ് തന്നെ. നെക്സ്റ്റ് ഇതാണ് ആ ഒരു ക്യാപ്പ് കേട്ടോ. ഇതാണ് ആ ക്യാപ്പ്. നമുക്ക് അതിൻ്റെ ലെൻസിൻ്റെ സേഫായിട്ട് നമുക്ക് കീപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ക്യാപ്പാണ്. ഒരു റബ്ബർ ക്യാപ്പാണ്. ഈ ക്യാപ്പ് നമ്മൾ എടുക്കുക. ഇത് വെക്കുമ്പോൾ എപ്പോഴും ക്ലീൻ ചെയ്തിട്ട് വെക്കുക. എന്നിട്ട് ജസ്റ്റ് ഇതിങ്ങനെ വെക്കുക. കണ്ടോ, ആ ഒരു ക്യാപ്പ് സേഫ്റ്റിക്ക് വേണ്ടിയാണ്. ഇത് ഈ ക്യാപ്പോടെ നമ്മുടെ ഈ കേസിൻ്റെ അകത്ത് ഇരിക്കും. അതിന് ഒരു ബുദ്ധിമുട്ടില്ല. അങ്ങനത്തെ ഒരു കേസാണ് അവർ സെറ്റ് ചെയ്ത് തന്നേക്കണം. പിന്നെ ഇവിടെ നമുക്ക് അതിൻ്റെ ക്വിക്ക് റിലീസ് മൗണ്ട്സും കാര്യങ്ങളും വെക്കാൻ. അപ്പോൾ ഇതാണ് Insta360 ആ ഒരു കേസ്. ഇനി ഞാൻ റീപ്ലേസ്മെൻറ്റ് കിറ്റ് കാണിച്ചു തരാം. അപ്പോൾ ഇത് ലെൻസ് റീപ്ലേസ്മെൻറ്റ് കിറ്റാണ്. നമുക്ക് ഒരു സിംഗിൾ ലെൻസ് റീപ്ലേസ് ചെയ്യാനുള്ള ഒരു കിറ്റാണ്. നമുക്ക് ആദ്യം തന്നെ ഇവിടെ ഒരു റീപ്ലേസ്മെൻറ്റ് ഗൈഡ് നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ അകത്ത് നമ്മുടെ ആ ഒരു സാധനം ക്ലീൻ ചെയ്യാനുള്ള ആ ഒരു ടൂളുണ്ട്. അത് കൂടാണ്ട് ഇവിടെ നമുക്ക് ലെൻസ് റിമൂവ് ചെയ്യാനുള്ളൊരു ടൂളുണ്ട്. ഇതിങ്ങനെ അതിൻ്റെ മേളിൽ വെച്ചിട്ട് ലോക്ക് ചെയ്തിട്ട് നമുക്ക് പൊക്കിയെടുക്കാം. അങ്ങനെ ലെൻസ് റിമൂവ് ചെയ്തിട്ട് നമുക്ക് അടുത്ത ലെൻസ് പിടിപ്പിക്കാനുള്ള ആ ഒരു സിംഗിൾ ലെൻസാണ് ഈ ഒരു കിറ്റിൽ വന്നത്. അപ്പോൾ ഇതാണ് ആ ഒരു ലെൻസ്, കണ്ടോ. ഇതിങ്ങനെ നമുക്ക് എടുത്തിട്ട് നമ്മുടെ അതിൻ്റെ അകത്തേക്ക് ഫിക്സ് ചെയ്യുക, തിരിച്ച് കയറ്റുക. ഓക്കെ, ഇങ്ങനെയാണ് ചെയ്യണം. അപ്പോൾ ഇതൊക്കെ ഊരാനായിട്ട് ഇതിൻ്റെ അകത്ത് ശരിക്കും ഒരു ഫുൾ കിറ്റ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് നമുക്ക് ലെൻസ് റിമൂവ് ചെയ്യാനും ക്ലീൻ ചെയ്യാനുള്ള സാധനങ്ങൾ. അത് കൂടാണ്ട് ഇതിൻ്റെ അകത്ത് വേറെ ചെറിയൊരു ബോക്സ് ഉണ്ട്. ഇതിൻ്റെ അകത്ത് നമുക്ക് റിമൂവിങ് ടൂള്, ബ്രഷ്, അതുകൊണ്ട് ഗ്ലൗസ് ഉണ്ട്, ക്ലീനിങ് ക്ലോത്ത്സ്, ക്ലീനിങ് വൈപ്സ്, ഇത്രയും കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അവരുടെ എക്സ്ട്രാ ആക്സസറീസ്. എത്ര ഈസി ആയിട്ട് ഇനി നമുക്ക് നമ്മുടെ ലെൻസ് റീപ്ലേസ് ചെയ്യാമെന്നാണ് ഈ ഒരു ലെൻസ് റീപ്ലേസ്മെൻറ്റ് കിറ്റിന് നമുക്ക് മനസ്സിലാവണേ. അപ്പോൾ ഇതാണ് Insta360 ഏറ്റവും പുതിയ X5. അപ്പോൾ ഇതിലെടുത്ത കുറച്ച് ഷോർട്സ് നമുക്ക് കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഏത് ക്യാമറ ഇഷ്ടപ്പെട്ടത്, നിങ്ങൾ ഏതെങ്കിലും യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ റിവ്യൂസും നമ്മുടെ വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ചെയ്യുക. അത് ബാക്കിയുള്ളവർക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. സോ യെസ്, അതൊക്കെ തന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. സോ ഡോണ്ട് ഫർഗെറ്റ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചാനൽ. ബെല്ലൈക്കൻ ഞെക്കുക. അടുത്ത വീഡിയോ വരുമ്പോൾ ബെല്ലിൽ നിങ്ങൾ ആയിരിക്കുന്നതായിരിക്കും സൈൻ ഓഫ് ചെയ്യണം. മറ്റാരുമല്ല, നിങ്ങളുടെ സ്വന്തം കൊച്ചി മച്ചാൻ. ബൈ.